നമസ്കാരം. 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവർക്കെല്ലാവർക്കും തന്നെ ഒരുപോലെയുള്ള ജീവിത സൗകര്യങ്ങൾ കിട്ടാറില്ല. പക്ഷെ ചില ആളുകൾക്ക് അവർക്ക് പ്രത്യേക ജീവിത സൗകര്യങ്ങളും അവർക്ക് അവസരങ്ങളും ലഭിക്കുന്നു. ചിലർ അൺനോൺ സിറ്റിസൺസ് ആയി മരണപ്പെട്ടു പോകുന്നു. ചില ആളുകൾ ഈ സ്റ്റേറ്റിൻ്റെയും ഈ മാനവരാശിയുടെയും എല്ലാം ചില നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നു. മറ്റ് ചില ആളുകൾ കിട്ടുന്ന അവസരങ്ങളിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചില എല്ലുകുത്തൽ കൊണ്ട് ആ അവസരങ്ങൾ വലിച്ചു കളയുന്നു, ജീവിതം നശിപ്പിക്കുന്നു. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഒരു ഇന്ത്യൻ ഗവേഷക വിദ്യാർത്ഥിയായ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി, PhD ഗവേഷക വിദ്യാർത്ഥി, കൊളംബിയ സർവകലാശാലയിൽ അവർ PhD ചെയ്യുകയാണ്. അവരെ US പുറത്താക്കിയിരിക്കുന്നു. കാരണം അവർ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ അവർക്ക് അനുകൂലമായി പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയതിൽ പങ്കെടുത്തു എന്നാണ്. ചില ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്തരം മോശപ്പെട്ട ചില കാര്യങ്ങളിൽ പോകുന്നു. നമുക്കറിയാം, നമ്മളെ ശശി തരൂരൊക്കെ കൃത്യമായിട്ട് ഹമാസ് തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യവുമാണ്. കാരണം ഒരു ജനതയ്ക്കെതിരെ നീതി നിഷേധമുണ്ടെങ്കിൽ അതിനെതിരെ പോരാടുന്നത് മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരതകൾ ചെയ്തുകൊണ്ടല്ല. ഒരിക്കലും ഹമാസ് ഒരു പോരാളികളോ സ്വാതന്ത്ര്യ സമര പോരാളികളല്ല. അവർ ഒരു ജനതയെ രക്ഷിക്കാൻ നടക്കുന്നവരല്ല. മറിച്ച് ആ ജനതയുടെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മുമ്പിൽ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പോരാട്ടങ്ങൾ അറിയാവുന്ന ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് ഈ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും സംഘടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ചില വിദ്യാർത്ഥികൾ ഇത്തരം ഉയരങ്ങളിലേക്ക് പോകുവാൻ ഇത്തരം ഫണ്ടിങ്, ഇത്തരം സംഘടനകൾക്ക് അനുകൂലമായിട്ടൊക്കെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുക, അതുവഴി കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ള ചില രീതികളുണ്ട്. എന്തായാലും ജോർജ് ബൈഡന്റെ കാലത്ത് അമേരിക്കയിൽ ഇതൊക്കെ സാധ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളത് സാക്ഷാൽ ട്രംപാണ്. മൈ ഫ്രണ്ട് അങ്ങനെയാണല്ലോ പറയാറ്. ട്രംപാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വലിയ നടപടി സ്വീകരിച്ചത്. നിങ്ങൾ എന്തായാലും ഈ വാർത്ത ഒന്ന് കാണുക. ഹമാസിനെ പിന്തുണച്ചതിന് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ വിസ US റദ്ദാക്കി. കൊളംബിയ സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിനിയായിരുന്ന രഞ്ജിനി ശ്രീനിവാസന്റെ വിസയാണ് റദ്ദാക്കിയത്. പിന്നാലെ രഞ്ജനി ഇന്ത്യയിലേക്ക് മടങ്ങി. ക്യാമ്പസിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളിൽ രഞ്ജനി പങ്കെടുത്തിരുന്നു. വിസ റദ്ദാക്കിയതിന് പിന്നാലെ അനധികൃത താമസക്കാർക്ക് സ്വയം മടങ്ങാനായി ഹോംലാൻഡ് വിഭാഗം തയ്യാറാക്കിയ ആപ്പിൽ രജിസ്റ്റർ ചെയ്താണ് വിദ്യാർത്ഥിനി മടങ്ങിയത്. അക്രമത്തെയും ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്നവർക്ക് US താമസിക്കാൻ അവകാശമില്ലെന്ന് ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റീനിയോ പറഞ്ഞു. നോക്കൂ, ആ പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും, എത്രയോ കോടിക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കിട്ടാത്ത ഒരു അവസരമാണ് ആ യുവതിക്ക് ലഭിച്ചത്. ആ യുവതിയുടെ അഹങ്കാരത്തിന്റെ ഫലമായി ആ അവസരം ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എവിടെ പോയാലും എന്താണ് ന്യായം, നീതി എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുക, നമ്മളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. ഹിംസ പരമോ ധർമ്മ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അവിടെ ഇതുപോലുള്ള താലിബാൻ വിസ്മയമാകുന്ന ചില ആളുകൾ ഉണ്ടാകാം. പക്ഷെ പൊതുബോധത്തിന് അവർ തീവ്രവാദികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടായിരിക്കണം ഓരോ ഭാരതീയന്റെയും. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാം, അതിനെ പ്രതിരോധിക്കാം, അതിനെതിരെ പ്രതിഷേധിക്കാം. ആമസോണിൽ കാട് കത്തുന്നതിനെതിരെ തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന വിഡ്ഢിത്തം ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥികളും കാണിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവസരങ്ങളും എപ്പോഴും നിങ്ങളെ തേടി വരില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. അത് കൊണ്ടുപോയി വിഡ്ഢിത്തങ്ങളിൽ തലവെച്ചുകൊണ്ട് നശിപ്പിക്കാതിരിക്കുക. ഈ വിദ്യാർത്ഥിയുടെ രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിനിയുടെ, ഇല്ലെങ്കിൽ ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ അനുഭവം മറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മക്കൾക്ക് പാഠമാകട്ടെ. നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, പഠിക്കുന്ന സമയത്ത് പഠിക്കുക. പോരാട്ടം അത് ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങൾ പറയാനും ചെയ്യിക്കാനും. അർബൻ നക്സൽ സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ടാകും. താൽക്കാലികം നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ ഇത്തരം സംഘടനകളും ഉണ്ടാകും. പക്ഷെ ഇല്ലാതാകുന്നത് നമ്മുടെ ഒരു ജീവിതമാണ്. ഈ പെൺകുട്ടി ഇനി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിട്ട് അവർക്ക് ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും.
എറിഞ്ഞുടച്ചു കളഞ്ഞ, ജീവിതം എറിഞ്ഞുടച്ചു കളഞ്ഞ ഇത്തരം ബുദ്ധികൾക്കുള്ള പാഠമാകട്ടെ ഇത്. മലയാളത്തിലെ മക്കൾ ഇത് കണ്ട് ഇത്തരം അനുകരണങ്ങളിലേക്ക് പോയത് പാഠമായിട്ടുണ്ടായിട്ട് കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.